നമസ്കാരം. പുതുതായി അനുവദിച്ച അമൃത് ഭാരത് എക്സ്പ്രസുകൾ കോട്ടയം വഴി സർവീസ് നടത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ഈ ട്രെയിനുകൾക്ക് മാവേലിക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചതായും കൊടിക്കുന്നിൽ സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. പുതുതായി അനുവദിച്ച നാഗർകോവിൽ, മംഗലാപുരം, തിരുവനന്തപുരം നോർത്ത്, ചാർലപ്പിള്ളി, ഹൈദരാബാദ് അമൃത് ഭാരത് എക്സ്പ്രസുകളാണ് കോട്ടയം വഴി സർവീസ് നടത്തുക. ഈ രണ്ട് ട്രെയിനുകളും കോട്ടയം വഴി ഓടിക്കണമെന്ന ആവശ്യം നേരത്തെ റെയിൽവേ മന്ത്രിയുടെയും റെയിൽവേ ബോർഡിന്റെയും മുന്നിൽ ഉന്നയിച്ചിരുന്നതായും ഇതിനാണ് അനുകൂല തീരുമാനമുണ്ടായിരിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. മാവേലിക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചതോടെ മധ്യ കേരളത്തിലെ സാധാരണ യാത്രക്കാർക്ക് മംഗലാപുരം, ഹൈദരാബാദ് മേഖലകളിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട റെയിൽ ബന്ധം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നോൺ-AC വിഭാഗത്തിലുള്ള സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ കോട്ടയം വഴി സർവീസ് നടത്തുന്നത് വിദ്യാഭ്യാസം, തൊഴിൽ, ചികിത്സ, വ്യാപാരം എന്നിവയ്ക്കായി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസമാകുമെന്നും എം പി കുറിച്ചു. ആധുനികവും സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതുമായ നോൺ-AC ദീർഘദൂര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരതുകൾക്ക് സമാനമായ വേഗതയാണിവയ്ക്ക്. 2023 രാജ്യത്ത് ആദ്യമായി ഈ ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചത്. കുറഞ്ഞ ചെലവിൽ വേഗമേറിയതും സുഖകരവുമായ യാത്ര വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ അമൃത് ഭാരത് എക്സ്പ്രസുകൾ സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു. വന്ദേ ഭാരത് ട്രെയിനുകളുടെ മാതൃകയിൽ എന്നാൽ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ സർവീസ് നടത്തുന്ന ഈ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണ്. സാധാരണയായി 22 കോച്ചുകൾ അടങ്ങുന്ന ട്രെയിനുകളിൽ 8 മുതൽ 12 ബോഗികൾ സ്ലീപ്പർ ക്ലാസ്സായും 8 മുതൽ 11 ബോഗികൾ ജനറൽ അൺറിസർവ്ഡ് കോച്ചുകളും ഒരു പാൻട്രി കാർ, ഭിന്നശേഷി സൗഹൃദ കമ്പാർട്ട്മെന്റുകളുള്ള 2 സെക്കൻഡ് ക്ലാസ് കം ലഗേജ് കം ഗാർഡ് വാനുകൾ എന്നിവയും ഉൾപ്പെടുന്നു. ആധുനിക ഉൾവശവും സുരക്ഷയും പഴയ ജനറൽ കോച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി മനോഹരവും സൗകര്യപ്രദവുമായ സീറ്റുകളാണ് ഇതിലുള്ളത്. കൂടുതൽ സമയമെടുത്ത് യാത്ര ചെയ്യുന്ന ദീർഘദൂര യാത്രക്കാർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ഈ ട്രെയിൻ വലിയ അനുഗ്രഹമാണ്. കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ വൃത്തിയുള്ളതും വേഗതയുള്ളതുമായ യാത്ര അമൃത് ഭാരത് ഉറപ്പു നൽകുന്നു. നോൺ-AC സ്ലീപ്പർ ക്ലാസ്സിൽ 1000 കിലോമീറ്ററിന് ഏകദേശം 500 നിരക്ക്. എന്നാൽ കുറഞ്ഞ ദൂരങ്ങൾക്ക് ആനുപാതികമായ കുറവുണ്ടാകും. ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനം ഇതിനില്ല. സ്ലീപ്പർ ക്ലാസ്സിന് 200 കിലോമീറ്ററും സെക്കൻഡ് ക്ലാസ്സിന് 50 കിലോമീറ്ററുമാണ് പുതുക്കിയ ഏറ്റവും കുറഞ്ഞ ചാർജ് ചെയ്യാവുന്ന ദൂരം. 200 കിലോമീറ്റർ വരെയുള്ള സ്ലീപ്പർ ക്ലാസ്സിന് 149ഉം 50 കിലോമീറ്റർ വരെയുള്ള സെക്കൻഡ് ക്ലാസ്സിന് 36ഉമാണ് അടിസ്ഥാന നിരക്ക്. ഈ വർഷം മുതൽ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിലെ RAC റിസർവേഷൻ എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ സംവിധാനം നിർത്തലാക്കിയിട്ടുണ്ട്. 2026 ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം ഡസൻ കണക്കിന് അമൃത് ഭാരത് സർവീസുകൾ രാജ്യത്തെ വിവിധ മേഖലകളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്നുണ്ട്. കാമാഖ്യ, റോഹ്തക്, ദിബ്രുഗഡ്, ലക്നൗ, മുംബൈ, LTT, സഹർസ തുടങ്ങിയ റൂട്ടുകളോടൊപ്പം 2026 തുടക്കത്തിൽ അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലുടനീളം പുതിയ സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്.